പ്രസംഗത്തിനായി ശ്രീ AC മൊയ്തീൻ സാറിനെ ക്ഷണിക്കുന്നു. വേദിയിലെ ബഹുമാന്യരായ അതിഥികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, വെങ്ങാമുക്ക് ഹൈസ്കൂളിൻ്റെ 88ാം വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും യാത്രയപ്പ് സമ്മേളനവുമാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ സ്കൂളിൻ്റെ ഒരു കാലഘട്ടത്തിലെ പരിതാപകരമായ അവസ്ഥ അത് മാറി പുതിയ മാനേജ്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ ആധുനിക സൗകര്യത്തോടുകൂടിയുള്ള കെട്ടിടവും വളരെ മോശപ്പെട്ട ഈ അന്തരീക്ഷം ഉണ്ടായിരുന്ന ഈ പ്രദേശത്ത് നല്ല കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന ഗ്രൗണ്ടും മറ്റെല്ലാ സൗകര്യങ്ങളോടും കൂടി ഒരു ഹൈസ്കൂളിൻ്റെ നിലവാരത്തിലേക്ക് ഇപ്പോൾ ഉയർന്നു കാണുന്നു എന്നുള്ളതിൽ ഏറെ സന്തോഷവും അഭിമാനവുമുണ്ട്. അത്തരമൊരു സാഹചര്യം ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രീമാൻ KB തമ്പി മാസ്റ്ററുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശ്രമങ്ങളെ ഞാൻ പ്രത്യേകം അഭിവാദ്യം ചെയ്യുന്നു. അവരെ അഭിനന്ദിക്കാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. 5 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിലായി 400-ന് മുകളിൽ കുട്ടികളിപ്പോൾ ഈ സ്കൂളിൽ പഠിക്കുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. നേരത്തെ വളരെ പരിതാപകരമായൊരവസ്ഥയാണ് ഉണ്ടായിരുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൽ നിന്നൊക്കെ മാറിയ പുതിയ സാഹചര്യം വന്നപ്പോൾ കുട്ടികൾ ഇവിടേക്ക് തിരിച്ചു വരാൻ തുടങ്ങി. അതിൻ്റെയൊക്കെ ഗുണങ്ങൾ ഈ നാടിനുണ്ടാവും. ഒരു സ്കൂളുണ്ടായിരുന്ന, ഒരു വിദ്യാലയം ഉണ്ടായിരുന്ന 88 വർഷം മുമ്പ് ആരംഭിച്ചൊരു വിദ്യാലയം അത് നശിച്ചു പോവുക എന്ന് പറഞ്ഞാൽ നാടിൻ്റെ നഷ്ടമാണ്. അതിനെ രക്ഷപ്പെടുത്തിയെടുത്ത് ഈ നാടിൻ്റെ അഭിമാനമായിട്ടുള്ളൊരു വിദ്യാഭ്യാസ സ്ഥാപനമായി തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് മാത്രം പറ്റുന്ന കാര്യമല്ല. ഈ നാട് അതിൻ്റെ കൂടെ ഒരുമിച്ച് നിൽക്കണം. ഒരുപക്ഷെ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഏറെ മുൻപന്തിയിലാണ്. സ്വകാര്യ സ്കൂളുകളിലേക്ക് ധാരാളം കുട്ടികളെ പറഞ്ഞയക്കുന്നുണ്ട്. ആ സ്വകാര്യ സ്കൂളുകളിലെ അധ്യാപകരെക്കാളും കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിലെ അധ്യാപകരാണ് ഏറ്റവും മികവാർന്ന അധ്യാപകർ, മികവുള്ളവർ എന്ന് ഈ രാജ്യത്തെ ജനങ്ങൾക്കറിയാം. പക്ഷേ പലരും അന്തസ്സിൻ്റെയും സ്റ്റാറ്റസിൻ്റെയും ഒക്കെ ഭാഗമായി പല സ്വകാര്യ സ്കൂളുകളിലെ ഫീസ് കൊടുത്ത് പഠിപ്പിക്കേണ്ട സ്കൂളുകളിലേക്ക് പോവുക. അതിൻ്റെ ഭാഗമായി നഷ്ടത്തിലാണ് സർക്കാർ പൊതുവിദ്യാലയങ്ങൾ എന്നുള്ള അവസ്ഥ കേരളത്തിലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ സർക്കാർ വിദ്യാലയങ്ങളുടെയും എയ്ഡഡ് വിദ്യാലയങ്ങളുടെയും ഭൗതിക പശ്ചാത്തലം മെച്ചപ്പെട്ടതോടുകൂടി ഏറെ രക്ഷിതാക്കൾ കുട്ടികളെ ഇപ്പോൾ സർക്കാർ വിദ്യാലയങ്ങളിലും പൊതുവിദ്യാലയങ്ങളിലും ചേർക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത്തരമൊരു സമീപനം ഇവിടെയും വന്നു എന്നുള്ളതും ഏറെ സന്തോഷകരമാണ്. ചില പ്രശ്നങ്ങൾ സ്കൂളിൽ ഇനി അവശേഷിക്കുന്നുണ്ടെന്ന് തമ്പി മാഷ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ അധ്യാപകരുടെ നിയമനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ, പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ, അതോടൊപ്പം ഇതിൻ്റെ കെട്ടിടത്തിൻ്റെ കാര്യത്തിൽ ഡിപ്പാർട്ട്മെൻറ്റിനോട് മുൻകൂർ അനുമതി വാങ്ങിച്ചില്ല എന്നുള്ള തുടങ്ങിയ പ്രശ്നം. മുൻകൂർ അനുമതി ആയാലും ഇല്ലെങ്കിലും മനോഹരമായൊരു കെട്ടിടമാണ് പഴയതിനേക്കാൾ ഇവിടെയുള്ളത് എന്ന് ഡിപ്പാർട്ട്മെൻറ്റ് ആളുകൾ മനസ്സിലാക്കും എന്നാണ് ഞാൻ കരുതുന്നത്. സർക്കാർ അതിനാവശ്യമായ എല്ലാ പിന്തുണയും വെങ്ങാമുക്ക് സ്കൂളിന് നൽകും എന്നുള്ള കാര്യവും ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. മറ്റ് വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. നമ്മുടെ കുഞ്ഞുങ്ങളെ മികച്ച വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി നമ്മൾ പറഞ്ഞയക്കുമ്പോൾ മികച്ച വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഏറ്റവും മികച്ച നല്ല മനുഷ്യരെ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. നമ്മളെയൊക്കെ ഇപ്പോൾ പല തട്ടുകളിലാക്കാൻ വേണ്ടിയുള്ള പരിശ്രമം രാജ്യത്താകെ നടക്കുന്നുണ്ട്. ഈ കുട്ടികളുടെ മനസ്സിൽ അതൊന്നുമില്ല. അവർ കളിച്ചു കളിക്കുമ്പോൾ ഏതാണ് മതം, ഏതാണ് വിശ്വാസം എന്നൊന്നും നോക്കുന്നില്ല. എല്ലാവരും സ്കൂളിലുണ്ട്. ആ കുഞ്ഞുങ്ങളെ അവരുടെ ഇഷ്ടത്തിന് നമ്മുടെ നാടിൻ്റെ പൈതൃകം അറിഞ്ഞു വളരാൻ, പരസ്പരം സഹായിക്കാനും സ്നേഹിക്കാനും കഴിയുന്ന മനുഷ്യരായി വളർത്താൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നിലപാട് സ്വീകരിക്കാൻ കഴിയണമെന്നാണ് കേരളത്തിൻ്റെ ജനാധിപത്യ മതനിരപേക്ഷ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഉള്ളടക്കം. അതിനനുസരിച്ച് ഇവിടത്തെയും നിലപാടുകൾ അധ്യാപകരും PTA-യും എല്ലാവരും കൂടി ശ്രമിക്കണം എന്ന് വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുന്നു. 400 കുട്ടികളുടെ രക്ഷിതാക്കൾ വരികയാണെങ്കിൽ 400 പേരെങ്കിലും ചുരുങ്ങിയത് ഒരാൾ വന്നാൽ വരണം. ഞാൻ ഈ സമയത്ത് ഞാൻ വന്നപ്പോൾ വന്നില്ല എന്നുള്ള ആക്ഷേപം ഉന്നയിക്കാനല്ല അത് പറഞ്ഞത്. കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞുവെച്ചാൽ സ്കൂളിലെ അവരുടെ ക്ലാസ് ടീച്ചറെ കാണാനും അവരുടെ പഠനത്തിനെക്കുറിച്ച് അന്വേഷിക്കാനും രക്ഷിതാക്കൾക്ക് ബാധ്യതയുണ്ട്. പലപ്പോഴും
നമ്മുടെ മൊബൈൽ കുട്ടികളുടെ കയ്യിൽ എല്ലാവരുടെ കയ്യിലുണ്ടല്ലോ. അപ്പോൾ വീട്ടിൽ 2, 3 ഒക്കെ ഉണ്ടാവുമ്പോൾ മൊബൈലിന് അഡിക്റ്റായി പോയി പഠനത്തിൽ പലപ്പോഴും പുറകോട്ട് പോകുന്നൊരവസ്ഥ ചില മേഖലകളിലെങ്കിലും ഇപ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ ആ കാര്യത്തിൽ എന്താണ് കുട്ടികളുടെ പഠന നിലവാരം, അവൻ്റെ പെരുമാറ്റം എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ അവളുടെ പെരുമാറ്റം എങ്ങനെയുണ്ട് എന്നൊക്കെ അറിയാൻ രക്ഷിതാക്കൾ കൂടി ഇടപെട്ടാലാണ് ആ കുട്ടിയുടെ വിദ്യാഭ്യാസം മികച്ചതാവുക. അപ്പോൾ എല്ലാ രക്ഷിതാക്കളെയും സ്കൂളിലേക്ക് കൊണ്ടുവരാം. കുട്ടികളെ മാത്രമല്ല, രക്ഷിതാക്കളെ കൂടി സ്കൂളുകളിലേക്ക് അടുപ്പിക്കാൻ കഴിയുന്ന പദ്ധതികൾ ഭാവിയിൽ ആവിഷ്കരിക്കണമെന്ന് PTയോട് കൂടി അഭ്യർത്ഥിച്ച് നിങ്ങളുടെ മനോഹരമായ ഈ പരിപാടിയിൽ കുട്ടികളുടെ പരിപാടി നിരവധി ഇവിടെയുണ്ട്. മറ്റു വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. നിങ്ങളുടെ പരിപാടിക്ക് എല്ലാവിധ ഭാവുകങ്ങളും ആശംസിക്കുന്നു. ഇവിടെ വന്നപ്പോൾ മാഷനോട് പറഞ്ഞ് കമ്പ്യൂട്ടർ ലാബിൽ ആവശ്യത്തിന് കമ്പ്യൂട്ടറും ലാപ്ടോപ്പുകളും ഉണ്ട്, പ്രൊജക്ടറില്ല എന്നാണ്. നിങ്ങളുടെ വിദ്യാഭ്യാസ പ്രവർത്തനത്തിന് സഹായകമായ ആവശ്യമായ പ്രൊജക്ടറുകൾ MLA ഫണ്ടിൽ നിന്ന് അനുവദിക്കും എന്നുള്ള കാര്യം കൂടി ഉറപ്പ് നൽകി നിങ്ങളുടെ ഈ പരിപാടിയെ സന്തോഷപൂർവ്വം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യം.